ഹായ് എവരിബഡി. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തെ എല്ലാ മലയാളീസിനും വെരി 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 സ്പെഷ്യൽ ഹാപ്പി വിഷു. നിങ്ങൾ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമുണ്ട്. ഞാനങ്ങനെ സദ്യ യാത്ര അതിലൊന്നും ഇന്ന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. രാത്രി വെടി വെടി വെടിയോ വെടി, അപ്പം അതങ്ങനെ. പിന്നെ ഇനി നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഇന്നെങ്കിലും ഇതുപോലെയുള്ള സംസാരം നിർത്തിക്കൂടെ എന്നായിരിക്കും. ഇന്ന് പറയണം എന്താണെന്നറിയോ, ഇന്നെല്ലാവരും വീട്ടിലുണ്ടാവും. ഇന്നെല്ലാവരും ഓരോരോ വീട്ടിലുണ്ടാവും. അപ്പം ഇന്ന് 2-3 ആളെ പേര് പറയണം. കാരണം ഞാനൊന്നും അറിയില്ല, എൻ്റെ രാമനാരായണ എന്ന പോലെയാണ് ചിലരുടെ നടപ്പും ഇരിപ്പും ഒക്കെ. അപ്പം ഞാനതൊന്ന് ഇന്ന് പൊളിച്ച് അടുക്കിയേക്കാം. എന്താ പറ്റൂലേ? ഈ വീട് മൊത്തം ചക്കമയം ഈ വീട് മൊത്തം ചക്ക. അപ്പം ഞാൻ ഇന്ന് 2-3 ആളെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് മാറ്റുന്നു. അങ്ങനെ ചെയ്തേ പറ്റൂ, സാഹചര്യമാണല്ലോ എല്ലാവരെയും ഈ തരത്തിലാക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെ കോളേജിൽ 1 ഇയർ ആയിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെ ക്യാൻറ്റീൻ നടത്തുന്നൊരു ചേട്ടനുണ്ട്. അദ്ദേഹം കുട്ടികളുടെ ഗ്രൂപ്പിലുണ്ട്, സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അറിയാതെ പറ്റിയതാണ്. ഒരു ദിവസം രാവിലെ 5 മണിക്കോ അദ്ദേഹം വേഗം എഴുന്നേക്കും. കാരണം നമ്മളെ ക്യാൻറ്റീനിൽ വരേണ്ടതുകൊണ്ട് വേഗം എഴുന്നേക്കും. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, രാവിലത്തെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒരുപാട് സ്റ്റാഫിന്, പെൺകുട്ടികളടക്കമുള്ള ഗ്രൂപ്പ്, പഠിച്ച് പോയ ഗ്രൂപ്പ്, എങ്ങനെ ഒരു 10-700-1000 ആൾക്കാർക്ക് രാവിലെ തന്നെ നല്ലൊരു 1.5 വീഡിയോ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഏത് വീഡിയോ ആണെന്ന് പറയണോ? അങ്ങനെ നല്ലൊരു വീഡിയോ പോയി. ആ പോയ വീഡിയോ എല്ലാവരും കണ്ടു. ആരോ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള വീഡിയോ ആണ് പോയതെന്ന്. ഉടനെ അത് ഡിലീറ്റ് ചെയ്തു. പാരൻസിന് പോയി, കുറേ കുട്ടികളെ പാരൻസിന് മൊത്തം കലങ്ങി. പക്ഷേ അദ്ദേഹം ഇന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ അന്തസ്സായിട്ട് ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. ആ വിഷയമൊക്കെ കോളേജിലുള്ളവർ നല്ല മാന്യമായിട്ട് മുക്കി തുടച്ച് ക്ലീൻ ചെയ്തു. അയാൾ ഇന്നും അവിടെയുണ്ട്. ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം എവിഡൻസ് അടക്കം ചെയ്ത ആൾ ഇന്നും ആ ക്യാൻറ്റീനിലുണ്ട്. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡല്ലേ? പെൺകുട്ടികൾ, ഫാമിലി, പഠിച്ച് പോയ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ്, കോളേജിൽ നിലവിലില്ല ഗ്രൂപ്പ്, മറ്റേ കുട്ടികളെ ഗ്രൂപ്പ്, ഹോസ്റ്റൽ ഗ്രൂപ്പ് മൊത്തം പോയി. പക്ഷേ അബദ്ധാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധാണ്. ആ മനുഷ്യനങ്ങ് ഡെസ്പായിപ്പോയി, തളർന്നു പോയി. എല്ലാവരും ഒരു മാപ്പ് കൊടുക്കുന്ന പോലെ അതങ്ങ് തീർന്നു. പക്ഷേ ഈ സമയത്ത് അത് പറയാനുള്ള കാരണം, ഈ തെറ്റാണെന്നും മറ്റുള്ളവരെ ക്രൂശിക്കുമ്പോൾ ഹിസ്റ്ററിയിലൊന്ന് മേലാളന്മാർ പഠിക്കണം. എഞ്ചിനീയറിംഗ് കോളേജിൽ ഓരോ സമയത്തുണ്ടാവുന്ന ഹിസ്റ്ററി പഠിക്കാം. അല്ലാതെ ഒരു ശ്രീലത എന്ന വ്യക്തി പ്രതികരിച്ചതിനെ കൊണ്ട് വ്യക്തിഹത്യ ചെയ്യരുത്. അങ്ങനെ വ്യക്തിഹത്യ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാ പ്രവൃത്തിയിലും പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾ പലരെയും സംരക്ഷിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ ഇത് ഒതുക്കുമ്പോൾ
നിങ്ങൾ തീർച്ചയായിട്ടും എന്താവണം, എല്ലാ കേസിലും പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു പ്രതികരിച്ചു എന്നുള്ള പേരിൽ എന്നെ ഇത്രമാത്രം മാസങ്ങളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും സസ്പെൻഷൻ അടിക്കാനും തരം താഴ്ത്തുന്ന ലെറ്റർ അയക്കാനും ഒരു ഒഫീഷ്യൽ പ്രൊസീജിയറും പാലിക്കാതെ എന്നെ ക്രൂശിക്കുമ്പോൾ അവിടെയുള്ള പല മേലാളന്മാരെയും സംരക്ഷണത്തിൽ അവിടെ ഇരിക്കുന്ന ആളെയും അവിടെ നടക്കുന്ന ആളെയും കിടക്കുന്ന ആളെയും എല്ലാ കഥയും നിങ്ങൾ ചിന്തിക്കണം. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആളെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പബ്ലിക് അറിയാനാണ് പറയുന്നത്. പോം വീഡിയോ അയച്ച ഒരാളെ ആ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും അന്നേരം എന്തിനാ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് ചോദിക്കാൻ പോയില്ല. കാരണം അയാളെ കയ്യിൽ നിന്ന് വന്നു പോയതാണ് അബദ്ധത്തിൽ. ഞാനടക്കം അയാളെ ടെൻഷൻ കണ്ട് വിഷമിച്ച ഒരാളാണ്. എൻ്റെ കയ്യിൽ നിന്നും പോവാലോ. അപ്പം അതൊക്കെ ഭംഗിയായിട്ട് പുറത്തറിയാതെ ഏതോ പാരൻസൊക്കെ എന്തോ വിളിച്ച് പ്രശ്നമൊക്കെ എല്ലാം ഒതുക്കി നല്ല അന്തസ്സായിട്ട് എല്ലാം ഒതുക്കി. അപ്പോൾ എൻ്റെ വിഷയം ഒതുക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പം എൻ്റെ നേരെ കയറുന്ന ഓരോ വിഷയങ്ങളും. അപ്പം എനിക്കിപ്പോൾ ഈ എപ്പിസോഡിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, OA അജിത്തിനോട്, പത്മശ്രീ ശ്രീജിത്തിനും ലിതുലിനും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ടീമിനൊന്നും അജി കഥയൊന്നും അറിയില്ല. അവർ കഥ അറിയാതെ ആട്ടം കാണുന്നവരാണ്. എവിടുന്നോ വന്ന് താൽക്കാലികമായിട്ട് അവരൊരു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവർക്ക് സ്പേസ് ഉണ്ട് ഷൈനിക്കാൻ എന്ന് കണ്ടിട്ട് അവിടെ വന്ന് ഷൈനിക്കുന്നു. ആ ഷൈനിപ്പിനൊന്നും നിന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ പത്മശ്രീ ശ്രീജിത്തിനെ പോലെയുള്ള ആളൊന്നും പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ആക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഷൈനിപ്പ് കാണാൻ താല്പര്യമില്ല, ഒന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് ഓൺലി ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അവരെല്ലാം അന്ധമായിട്ട് കുറച്ച് ഷൈനിപ്പ് കളിച്ചാൽ ഒന്നിവിടെ വിഷയമല്ല അജി. അപ്പം ഇന്ന് അജിത്തിനോടാണ് പറയാനുള്ളത്. അപ്പം അജിത്തിൻ്റെ കാര്യവും ആ അജിത്ത് OA സീനിയർ NGO യൂണിയൻ നേതാവ്, ഞാൻ 13 വർഷമായിട്ട് എനിക്ക് ബന്ധമുള്ള അജിത്തിൻ്റെ പല കാര്യങ്ങളും എനിക്കും അറിയാം. എനിക്ക് മംഗലാപുരം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റൂല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു എല്ലാവരുടെ ഇടയിലും നടന്ന് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മാന്യനായിട്ട് നടക്കുന്ന അജിത്തിൻ്റെ ഒരു ഇമേജ് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത്രയും നാളും ക്ഷമിച്ചതാണ്. അജിത്തിന് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഇമേജ് ഉണ്ട്, അത് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ക്ഷമിച്ചതാണ്. ഞാൻ FIR ഇടാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുമ്പം ലിതുലും അജിത്തും വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങ് വാന്ന്. അപ്പം ലിതുൽ കുറച്ചും കൂടി കാഷ്വലായിട്ട് സംസാരിക്കുമ്പം അജിത്ത് എന്നോട് എന്താ പറഞ്ഞു, ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അജിത്തിൻ്റെ ചരിത്രമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നു. അജിത്തിൻ്റെ മംഗലാപുരം ചരിത്രം ഞാൻ പരസ്യമായിട്ട് പറയും അജി. ഞാൻ ഒന്നും അതാ ഞാൻ പറഞ്ഞത്, എനിക്കങ്ങനെ ഒരുപാട് വെട്ടിപ്പിടിക്കാനോ നിങ്ങളെ നേതാക്കന്മാരുടെ സ്ഥാനത്ത് വരാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കിപ്പം ആ കോളേജിൽ ഞാൻ എന്തോ വലിയ സംഭവമായിട്ട് വിലസണം എന്ന് ആഗ്രഹമില്ല. നിങ്ങളാരും ഉണ്ടാക്കി തന്ന ജോലിയല്ല. തെമ്മാടിക്ക് കൂട്ട് നിന്നിട്ട് ഒരു ലേഡീനെ ഹരാസ്മെൻറ്റ് ചെയ്യുമ്പം നിങ്ങളെ ചരിത്രം മറന്ന് ചെയ്യേണ്ട. എൻജിനീയറിംഗ് കോളേജിൽ ഒരു ചരിത്രവും മറന്ന് ചെയ്യേണ്ട. ഇപ്പം അവിടെ യൂണിയൻ്റെ കൊടി പിടിക്കുന്ന ഒരാൾക്കും പിന്നെ ചെരുപ്പ് മാലയിട്ട നവാസിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ പിന്നെ അസോസിയേഷൻ മെമ്പർഷിപ്പ് താൽക്കാലികമായി എടുത്ത നേതാവിൻ്റെ ചരിത്രമോ ഒന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പം വന്ന കുട്ടി സഖാക്കന്മാർക്ക് ഞങ്ങളാണ് പിന്നെ കേരളം ഭരിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അറിയില്ല. അപ്പോൾ അജിയോട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അജിയോട് പറയാനുള്ളത് എന്താണെന്ന് പറയുക, അജി കണ്ണടച്ചിരുട്ടാക്കരുത്. എനിക്ക് അജിയോട് അത്രേ പറയാനുള്ളൂ. എന്നെക്കുറിച്ച് പല വൃത്തികേടും എഞ്ചിനീയറിംഗ് കോളേജിൽ പറഞ്ഞ് നടക്കുന്നുണ്ട് എല്ലാവരും, പലതും. ഫിനാൻഷ്യൽ ഇടപാട്, മറ്റുള്ളവരെ തൊട്ടുണർത്തുന്ന മരുന്ന്, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ഉള്ള ആൾ തന്നെ, ഓക്കെ. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഇനി ഓപ്പണായിട്ട് പറയേണ്ടി വരും അജി. നിർബന്ധയാവും അതിൽ ഞാൻ പിന്നെ ഒന്നും നോക്കൂല. ഇതെൻ്റെ ഫൈനൽ ഡിസിഷനാണ്. ഞാൻ ചില കാര്യങ്ങൾ പരസ്യമായിട്ട് പറയും,
എല്ലാവരെയും ബാധിക്കും. 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുണ്ട്. അതിലൊന്ന് അജിയും ഞാനും തമ്മിലുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഞാൻ മോശമാണല്ലോ. ഞാൻ എല്ലാവരോടും പൈസ വാങ്ങുന്ന ആളും എല്ലാവരെയും തൊട്ട് ഉണർത്തുന്ന ആളും പ്രലോഭിപ്പിക്കുന്ന ആളും സ്വഭാവം ചീത്തയായ ആളും ഒക്കെയാണ്. തുണിയില്ലാതെ യൂട്യൂബ് തുള്ളുന്ന ആളാണ് ഒക്കെയാണ്. നിങ്ങളങ്ങനെയല്ല. അപ്പം നിങ്ങളെ കഥ പബ്ലിക് ആക്കണോ? വേണോ? ഞാൻ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്കാണെന്നറിയോ? സ്പെഷ്യൽ ബ്രാഞ്ചിനും കൻ്റോൺമെൻറ്റ് സ്റ്റേഷൻ CIക്കും. അല്ലാതെ കൊടുത്തത് ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പേപ്പർ നീങ്ങുന്നതിന് മുന്നേ അജിത്ത് ഒരു കാര്യം വിചാരിച്ചു. നിങ്ങൾ എല്ലാ കാര്യവും അറിയുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് അന്വേഷിക്കുക. ഞാൻ കൊടുത്തൊരു ഡിമാൻഡ് ഉണ്ട്. അത് തൊട്ടടുത്ത വർക്കിംഗ് ഡേയ്സിൽ എൻ്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പലരും കോളേജിൽ ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്കെതിരെ കോടതിയിൽ ഫയൽ ചെയ്യും. ഏത്? സെക്ഷുവൽ ഹരാസ്മെൻറ്റിന്. എനിക്കുണ്ടായ അനുഭവം അജി അറിയാലോ. സെക്ഷുവൽ ഹരാസ്മെൻറ്റിന് മറ്റേ അജിത്തെയൊക്കെ FIR ഇട്ട പ്രതി കൂടാതെ FIR ഇടേണ്ട പ്രതികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ NGO യൂണിയൻ്റെ നേതാവായ ഇപ്പം ഓഫീസിലുള്ള അജിത്തടക്കം കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്. OA. ഞാൻ കോടതി പോയി FIR ഇടിക്കും. അതിനാരും മെനക്കെടണ്ട. അത് അജിത്ത് മാത്രമല്ല, അതിനാരും മെനക്കെടണ്ട. അത് വളരെ ഒരു അപകടത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ഇതെൻ്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. ഞാനൊരു ആവശ്യം സ്പെഷ്യൽ ബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡ് വെച്ച് അതൊക്കെ കിട്ടും. കാരണം ഒന്നുമല്ലാത്ത പ്യൂൺസാണല്ലോ എഞ്ചിനീയറിംഗ് കോളേജിൽ നിയന്ത്രിക്കുന്നത്. മൊയിലാളി അറിയാത്ത കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ട് അവിടെ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന്. മൊയിലാളി ഒന്നും അറിയില്ല. മൊയിലാളി ഇതൊന്നും അറിയില്ല. ചെയറിലിരിക്കുന്ന മൊയിലാളി ഒന്നും അറിയില്ല. അതുകൊണ്ട് വിഷു തിങ്കൾ തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഞാൻ കൊടുത്ത ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ സെക്ഷുവൽ ഹരാസ്മെൻറ്റിന് വിത്ത് എവിഡൻസ് അജി. ഓർമ്മിച്ചോ? അജി എന്ന് പറഞ്ഞാൽ ഓഫീസിലെ OA, പഴയ അജിത്ത്. ഞാനായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പുള്ള ആളാണ്. പക്ഷെ ഞാൻ വളരെ മോശം, ഇവരൊക്കെ നല്ല ആൾക്കാരും എന്നെ ഇപ്പം ദ്രോഹിക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ മോശമാണ്. ഞാൻ ചിലപ്പോൾ അജീൻ്റെ കൂടെ പോയിട്ടുണ്ടാവാം. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാവാം. മനുഷ്യനല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പരസ്യമാക്കേണ്ട ഒരവസ്ഥ വരുന്നെന്ന് പറഞ്ഞാൽ മോശമല്ലേ? മംഗലാപുരത്തേതായാലും വേറെ ഏതായാലും അല്ലേ KP മോഹനേട്ടാ? അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനൊരു 2 ദിവസം നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്. പ്രൊമോഷനും ട്രാൻസ്ഫറും എഞ്ചിനീയറിംഗ് കോളേജിലെ മൊത്തം കാര്യം കിടക്കുന്നത് നിങ്ങളുടെ കയ്യിലല്ലേ. 2 ദിവസമുണ്ട്. ഒന്നും അറിയാത്ത പത്മശ്രീയോടും അവൻ്റെ കൂടെ നടക്കുന്നവരോടും എല്ലാം അജിത്ത് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്ലിയർ ആയിക്കോട്ടെ. പെട്ടെന്ന്. ഒന്നും അറിയാത്ത പോലെ ഇരുന്നാൽ ഞാൻ വിടൂല. ഓൺലി 2 days. എന്താണ് ആവശ്യം എന്നല്ലേ, അത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ പല ആളും വിത്ത് എവിഡൻസ് അടക്കം കോളേജിൽ ഉണ്ടാവില്ല. അതും നാറ്റ കേസാണ്. അതുകൊണ്ട് ഓൺലി 2 days.